നമുക്ക് തേങ്ങാക്കൊത്തിട്ട് ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്പൈസി ആയിട്ടുള്ള ചിക്കൻ പെരട്ട്. ഞാനിതിന് 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി 1/4 സ്പൂൺ നാരങ്ങാ നീരുടെ പിഴിഞ്ഞ് ചേർക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി പൊടികളെല്ലാം ചിക്കനിൽ നല്ലോണം പുരട്ടണം. അരമണിക്കൂർ എന്നിട്ട് നമുക്കിത് റെസ്റ്റിന് വയ്ക്കാം. നല്ലോണം പിടിക്കട്ടെ. 2 വലിയ തക്കാളി, 2 വലിയ സവോള, ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക് നമുക്കെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് വേണം ആവശ്യത്തിന്. പിന്നെ തേങ്ങാക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ചട്ടി ചൂടാകാൻ വേണ്ടി വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അരമണിക്കൂറിൽ കൂടുതൽ വെക്കാമെങ്കിലും നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും. നമുക്ക് ചിക്കനെല്ലാം നല്ലതുപോലെ വറുത്തെടുക്കാം. ഒത്തിരി മൊരിയേണ്ട ആവശ്യമില്ല. ഒത്തിരി മൊരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. വറുത്ത ചിക്കനൊക്കെ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം വറുത്തെടുത്തു. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് സവോള വഴറ്റാം. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊരുപാട് മൂക്കാൻ നിൽക്കണ്ട. അതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് ലേശം ഉപ്പിട്ട് ചെയ്താൽ മതിയാവും. ഉപ്പ് നമ്മൾ ചിക്കനിൽ ഇട്ടാണ് വറുത്തിരിക്കുന്നത്. ഉപ്പ് നല്ലതുപോലെ നോക്കിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇപ്പം ലേശം ഇട്ട് കൊടുത്താൽ മതി സവോള വഴണ്ട് വരാനായിട്ട്. ലാസ്റ്റ് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവോള ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവോള നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിനകത്തോട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാല ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എരിവിന് കാശ്മീരി ചില്ലിയേ ചേർത്തുള്ളൂ. ഇതാണ് എരിവിന് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചച്ചൊവയൊന്ന് മാറണം. എന്നിട്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചച്ചൊവ മാറിയതിന് ശേഷമേ ഇട്ട് കൊടുക്കാവുള്ളൂ. തക്കാളിയുടെ വെള്ളം ഇറങ്ങിയിട്ട് അതിലാവശ്യത്തിന് ഈർപ്പം വന്നോളും. തക്കാളി നല്ലപോലെ വഴണ്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമേ ചേർക്കാവുള്ളൂ. നമുക്ക് അല്പം ഗ്രേവി വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. നല്ലതുപോലെ അതൊന്ന് തിളയ്ക്കണം. എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ അധികം ഗ്രേവി ഇല്ലാതെ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. പെരട്ടിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർക്കാമെങ്കിൽ അതിൽ നല്ലപോലെ ഗ്രേവി വന്നോളും. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഞങ്ങൾ വയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഈ മസാലകളെല്ലാം ചിക്കനിൽ പിടിക്കണത്ര നേരം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അധികം സമയം വേണ്ട. നമ്മൾ ചിക്കനിലെല്ലാം ചേർത്താണ് വറുത്തെടുത്തിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയം ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ലപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം നമുക്ക് വയ്ക്കാം. ചിക്കനിലെല്ലാം പിടിക്കട്ടെ. ലാസ്റ്റ് നമുക്കതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. ഗരം മസാല ഞാനിവിടെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം ചേർത്താൽ മതിയാവും. അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചിക്കൻ നല്ലതുപോലെ കഴിക്കാൻ സാധിക്കും. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടാണ് നമ്മുടെ പെരട്ടിയിരിക്കുന്നത്. സാധാരണ ചോറിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ ഒത്തിരി ചാറുള്ളത് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നല്ല ഈ രീതിയിൽ ഉണ്ടാക്കാമെങ്കിൽ എല്ലാത്തിൻ്റെ കൂട്ടത്തിലും നല്ലൊരു കോമ്പിനേഷനാണ്. ലാസ്റ്റ് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ച് കൂടി ചേർക്കാം. ഇത് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൻ്റെ അളവ് ഇത്രയും വേണ്ടെങ്കിൽ ചേർക്കരുത്. ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇത് രണ്ടും ലാസ്റ്റ് ചേർത്താൽ മതിയാവും. അപ്പം നല്ലതുപോലെ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണ്. നിങ്ങൾ ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്